10ാം ക്ലാസ്. അവിടെ കൊടുങ്ങല്ലൂർ അച്ഛനും കൊടുവിൽ കുഞ്ഞുകൃഷ്ണൻ കേട്ടിട്ടില്ലേ? കവിയാണ് കുഞ്ഞുകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ നെവ്യുവാണ് ഇവിടെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ നമ്മുടെ ഒരുത്തൻ സിനിമയിൽ അഭിനയിക്കുന്നത്. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. അപ്പോൾ അദ്ദേഹം രണ്ടുപേരും കൂടി ഒരു ഹോട്ടലിലാണ് ഊണഴിക്കുന്നത് എറണാകുളത്ത്. വേറെ നിവൃത്തിയില്ലല്ലോ, പഠിക്കുന്ന ടൈമിൽ 10ാം ക്ലാസ് വരെയുള്ള ആ രണ്ടു കൊല്ലം അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തമ്പുരാൻ എന്താ അല്ല കുഞ്ഞീശ്വരൻ പപ്പടപ്രിയനാണ്. പപ്പടം ഇല്ലെങ്കിൽ അങ്ങനെ ഊണ് പോയി. പട്ടരുടെ ഹോട്ടലും ആണല്ലോ. പട്ടർ ഒരു ദിവസം ചെന്ന് കഴിഞ്ഞപ്പോൾ പപ്പടമില്ല. സ്വാമി പപ്പടം ഇല്ലേ? തീർച്ചയായിട്ടും. അപ്പടിയാ? അപ്പോൾ ഞങ്ങളിവിടെ പതിവുകാരല്ലേ, ഞങ്ങൾക്ക് തരണ്ടേ? എൻ്റെ കുഞ്ഞികൃഷ്ണ അതങ്ങ് തീർന്നു പോയിപ്പോൾ എന്ത് ചെയ്യാനാ? വൈകിട്ട് ഞാൻ നിനക്ക് തരാം കേട്ടോ. അപ്പോൾ ഇപ്പം കഴിക്കുന്നത് വൈകിട്ട് കഴിച്ചാൽ മതിയോ എന്നിട്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വാഗ്വാദങ്ങളൊക്കെ നടന്നു. മര്യാദയ്ക്ക് എനിക്ക് പപ്പടം തന്നില്ലെങ്കിൽ നല്ല പാഠം ഞാൻ പഠിപ്പിക്കും. നീ വലിയ നല്ല പാഠം പഠിപ്പിക്കാൻ പോകുന്നു. പോടാ നമുക്ക് കളിയാക്കി. എന്ത് ചെയ്യുന്നറിയാമോ? ഒരു കടലാസിനകത്ത് ഒരു കവിത എഴുതി. മര്യാദയ്ക്ക് എനിക്ക് പപ്പടം തരുമോ ഇല്ലയോ? തരാമെന്ന് പറഞ്ഞല്ലോ, ഇപ്പോഴല്ല, വൈകിട്ട് തരാം. ഇപ്പം കഴിക്കുന്നത് വൈകിട്ട് കഴിച്ചാൽ മതിയോ? ക്ഷമിക്ക് എന്നൊക്കെ പറഞ്ഞ് നല്ല വാക്കുമൊക്കെ ഇതൊന്നും അടുക്കുന്നില്ല അയാൾ. കവിത എഴുതി. എട്ടാണ്ടെത്തിയ മോരുമെൻ്റെ ശിവനെ ചുണ്ണാമ്പു ചോറും പുഴുക്കൂട്ടം തത്തിടും ഉപ്പിലിട്ടതുമഹോ കൈപ്പേറും ഉപ്പേരിയും ഒട്ടച്ചക്കയിൽ മോരൊഴിച്ച് വഷളാക്കി തീർത്ത കൂട്ടാനും ഈ മട്ടിൽ ഛർദി വരുമാറ് ഭക്ഷണമുണ്ട് ഈ എറണാകുളം ഹോട്ടലിൽ. എന്താ സ്വാമി മതിയോ? കുഞ്ഞികൃഷ്ണൻ, ഞാൻ നിന്നോട് പറഞ്ഞത് നീ സഹിച്ച് കേട്ടില്ല അല്ലേ? ഇത് സ്വാമി കരഞ്ഞു തുടങ്ങി. പാവം. ഞാൻ ഇപ്പോൾ ഒട്ടിക്കല്ലേടാ, ഒട്ടിക്കും കൊണ്ട് ഒട്ടിക്കുക. അപ്പം തന്നെ ആ മോചീകരി കാണുന്നത് ആ കവിത എങ്ങനെ ഇരിക്കുന്നു? വല്ലവരും കയറുമോ ഇത് കണ്ടു കഴിഞ്ഞാൽ?